യേശുവിൻ്റെ ഉയർപ്പ് അതും ഒരു വലിയ സത്യമായിരുന്നുവെന്ന് അതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. യേശു ജനിച്ചത്, മരിച്ചത്, ഉയർത്തത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. എൻ്റെ പാപങ്ങൾ കഴുകപ്പെടാനാണ് യേശുവിൻ്റെ രക്തം ഈ ഭൂമിയിൽ ചിന്തിയത്. മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് യേശു ഉയർത്തെഴുന്നേറ്റത് എന്നൊക്കെയും ഞങ്ങൾക്ക് മനസ്സിലായത് ആഴമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുവാൻ കഴിഞ്ഞതിലൂടെയാണ്. നിങ്ങൾ യേശുവിനെ സേവിക്കുന്നവരായിരിക്കാം, യേശുവിനെ ആരാധിക്കുന്നവരായിരിക്കാം, അതേപോലെ തന്നെ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ഞങ്ങളും ഒരു കാലത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് പകലിൽ ഞങ്ങളിവിടെ കടന്നു വന്നത് ആ യേശുവിനെ നിങ്ങൾ ഒന്നും കൂടി അടുത്തറിയണം, ആ യേശുവിനെ ഒന്നും കൂടി ആഴമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ആ സത്യം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് സർവ മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്കായിട്ടാണ്. മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് പാപം, അതുപോലെ തന്നെ പിശാചിന്റെ പ്രവൃത്തികൾ, സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, അസ്വസ്ഥതകൾ, മദ്യപാനങ്ങൾ, അതുപോലെ തന്നെ കൊലപാതകം, മോഷണം എന്ന് വേണ്ട എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പൈശാചിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു. പിശാച് അവനെ നയിക്കുന്നു, പിശാച് അവനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം സത്യമാണ്, ദൈവം സമാധാന പ്രഭുവാണ്, ദൈവം സമാധാനദായകനാണ്, ദൈവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനല്ല, ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് ആരെയും പാപത്തിലേക്ക് കടത്തിവിടുവാൻ കഴിയുകയില്ല, ദൈവത്തിന് ആരെയും പാപം ചെയ്യിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് ആരെയും അടിപിടി കൂടിക്കാൻ കഴിയുകയില്ല, കലഹമുണ്ടാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ പാപപ്രവൃത്തികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് പൈശാചിക ശക്തിയാണെന്നുള്ളത് ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സൗരസവരന്മാരെ, യുവാക്കന്മാരെ, യുവതികളെ നിങ്ങൾ അറിയുവാനായിട്ടിടയാകണം. ഈ യേശുവിനെ ഒന്നും കൂടി അടുത്തറിയുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിൻ്റെ ജനനം സാധാരണ ഒരു ജനനമല്ല. ഭൂമിയിൽ അനേക മഹാന്മാർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും യേശു ജനിച്ചതുപോലെ ഇതുവരെയും ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ഇതുവരെയും ആരും ജീവിച്ചിട്ടില്ല. യേശു നടന്നതുപോലെ ഇതുവരെയും ആരും നടന്നിട്ടില്ല. യേശു അത്ഭുതം ചെയ്തതുപോലെ ഇതുവരെയും ആരും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. യേശു മരിച്ചതുപോലെ ഒരാളും ഇതുവരെയും മരിച്ചിട്ടില്ല. യേശു ഉയർത്തതുപോലെ ഇതുവരെയും ആരും ഒരാളും ഉയർത്തിട്ടില്ല. അങ്ങനെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന സകല മഹൽ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ആഴമായിട്ട് പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആ യേശുവിനെ ഒരിക്കൽ കൂടി ആഴമായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന്, യേശുവേ, നിന്നെ എനിക്ക് ആഴമായിട്ട് അറിയണം, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാൽ ആഴമായിട്ട് അറിയണമെന്ന് ആഗ്രഹത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നുവോ അവൻ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയണം. പറഞ്ഞത് കേട്ടതുകൊണ്ടല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ വ്യക്തമായി നിങ്ങൾ രുചിച്ചറിയുന്നവരായിരിക്കണം. നമുക്കറിയാം,
നാം പാർക്കുന്ന ഈ കൊച്ചു കേരളം എത്ര പ്രകൃതി സുന്ദരമാണ്, മനോഹരമാണ്. കലയും സാഹിത്യവും സംസ്കാരവും അതുപോലെ തന്നെ സാക്ഷരതയും എന്നുവേണ്ട എല്ലാവിധത്തിലും ജീവിക്കുവാനും അതുപോലെ തന്നെ എല്ലാ മേഖല വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമെല്ലാം വളരെ ശ്രേഷ്ഠമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. എന്നാൽ അനുദിനം നമ്മുടെ കൈകളിൽ എത്തുന്ന വാർത്തകൾ, ദൃശ്യശ്രവ്യ മാധ്യമരംഗത്തെത്തുന്ന വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റുപാടും എത്തുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് കൊലപാതകം എന്ന് പറയുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയിൽ വായിച്ചു അല്ലേ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകളല്ലേ. ആർക്കും ആരെയും കൊല ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതൊക്കെയും സംഭവിക്കുന്നത്? ഇതിനൊക്കെയും വിടുതൽ നൽകുവാൻ കഴിവുള്ള സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. അടുത്ത വാർത്തയാണ് മോഷണം, വ്യഭിചാരം, അതുപോലെ തന്നെ പിടിച്ചുപറിയും മറ്റു പാപപ്രവർത്തികളെല്ലാം നമ്മുടെ ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുക. പീഡനങ്ങളും സമാധാനമില്ലായ്മയും അടിയും വഴക്കും കലഹവും ഹല്ലേലൂയ എന്നുവേണ്ട എന്തെല്ലാം പാപപ്രവർത്തികളാണ് നമുക്ക് ചുറ്റും നടകൊള്ളുന്നത്. ഇതൊക്കെയും നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, യേശുക്രിസ്തുവിനെ ഒരുവൻ അടുത്തറിയുമ്പോഴാണ് യേശു എന്തിനാണ് ജനിച്ചത്, യേശു എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, യേശു എന്തിനാണ് മരിച്ചത്, യേശു എന്തിനാണ് ഉയർത്തത്, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ യേശുവിനെ നിങ്ങൾ അടുത്തറിയണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിനെ അടുത്തറിയുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ പരിവർത്തനങ്ങൾ നടത്തും. വലിയ മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയമായി തീരുവാനിട്ടിടയായി തീരും. യേശുവുമായിട്ട് എടുക്കുമ്പോൾ മാത്രമേ അതിനൊരു മാറ്റം സംഭവിക്കാൻ ഇടയായി തീരുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോലെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസങ്ങളും നമ്മുടെ ദേശത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യർ അസ്വസ്ഥരാണ്. ഹല്ലേലൂയ, മനുഷ്യർ അസ്വസ്ഥരാണ്, സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ്, സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവരാണ്, വളരെ മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്നവരാണ്, സംഘർഷങ്ങളോടെ കടന്നു പോകുന്നവരാണ്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും, പുറമേ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ അകം വളരെ പ്രശ്ന കലുഷിതമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൻ മക്കളെ വെട്ടിക്കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല ചെയ്യുന്നു, സഹോദരനെയും സഹോദരിയെയും കൊല ചെയ്യുന്നു, അയൽപക്കക്കാരെ കൊല ചെയ്യുന്നു, സുഹൃത്തുക്കളെ കൊല ചെയ്യുന്നു എന്ന് വേണ്ട എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ, എന്തെല്ലാം ദുഷ്ടപ്രവർത്തികളാണ് നമുക്ക് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സംസ്കൃതത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ശ്ലോകമുണ്ട്. അതിപ്രകാരമാണ്: അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിഗമയ, മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, പ്രൈസ് ദി ലോർഡ്, മരണത്തിൽ നിന്നും ജീവനിലേക്കും നയിക്കണമേ. മനുഷ്യനായി പിറന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന, ഊറിക്കിടക്കുന്ന ഒരു പ്രാർത്ഥനാ ശബ്ദമാണ്: അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നടത്തണം. ആ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നടത്തണം. എന്നാൽ മനുഷ്യൻ മുഴുവൻ ആ പ്രാർത്ഥനയോടെ നടക്കുന്നുവെങ്കിലും ആർക്കും അത് സാധ്യമാകുന്നില്ല. എന്താണ് അത് സാധ്യമാകാത്തത്? അങ്ങനെ സാധ്യമാക്കാൻ കഴിവുള്ള, ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ആ ഒരു നിലയിലേക്ക്, വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും ജീവനിലേക്കും നടത്തുവാൻ ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ഏക സന്ദേശമാണ് സുവിശേഷം. ഞങ്ങളും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സത്യത്തിലേക്ക് വരണം, വെളിച്ചത്തിലേക്ക് വരണം, ജീവനിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് അലഞ്ഞ് നടന്നൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് തൊട്ടരികിൽ ഈ സന്ദേശവുമായി ഞങ്ങൾക്ക് ആ അനുഭവത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള
സന്ദേശം ഞങ്ങളുടെ കൈകളിലും ഞങ്ങളുടെ സമീപത്തും ഞങ്ങളുടെ കുടുംബത്തും വന്നിട്ട് അത് അവരെ ഞങ്ങൾ ഓടിക്കുവാനിട്ടിടയായി തീർന്നു, അതിനെ ഞങ്ങൾ തള്ളിക്കളയുവാനിട്ടിടയായി തീർന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന് അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി, ഇതും കൂടെ പരിശോധിക്കാം, ഈ സുവിശേഷം കൂടി ഒന്ന് അംഗീകരിച്ചു നോക്കാം, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് ആ നിലകളിലേക്ക് ഞങ്ങൾ തീരുമാനം മാറ്റിയപ്പോൾ, ഞങ്ങൾക്ക് ഇന്ന് വിളിച്ചു പറയട്ടെ, ഞങ്ങൾ ഇന്നിവിടെ വന്ന് വിളിച്ചു പറയാൻ കാരണം, ഈ തെരുവോരങ്ങളിൽ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് ഈ സുവിശേഷം അറിയിക്കുന്നത്, ഹല്ലേലൂയ, ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ സുവിശേഷത്തെ ഞങ്ങൾ അംഗീകരിച്ചു. ആ യേശുവിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചു. യേശുവേ, നീ എൻ്റെ ദൈവമായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ, യേശുവിന് വേണ്ടി ഞങ്ങളെ ജീവനെ കൊടുത്തപ്പോൾ, യേശുവിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം അർപ്പിച്ചപ്പോൾ, ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾക്ക് ആ സത്യത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അടിപൊളി മാറ്റം സംഭവിച്ചു. സ്വഭാവത്തിൽ, ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തകളിൽ, വിചാരങ്ങളിൽ, നിരൂപണങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ സത്യത്തിലേക്ക് വരുവാൻ, ആ വെളിച്ചത്തിലേക്ക് വരുവാൻ, ഹല്ലേലൂയ, ആ ജീവനിലേക്ക് വരുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലൂടെ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എനിക്കിനി ആരുമില്ല, എന്തിനാണ് ജീവിക്കുന്നത്, എന്നെ കാണുവാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, എനിക്ക് സൗന്ദര്യമില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, ഞാൻ രക്ഷപ്പെടില്ല, എനിക്കിനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ വിധ ചിന്തകളിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ദുഷ്ടനായ പിശാചാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. ഏതുവിധ പ്രയാസങ്ങളിലൂടെ, ഏതുവിധ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. യേശുവിന്റെ പാദത്തെങ്കിൽ, യേശുവേ, എന്നെ നീ സഹായിക്കണം. ഈ ഭൂമിയിലെ ഒരു മാനവകുലത്തിനും ഒരു മനുഷ്യർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയുകയില്ല. അവരുടെ സഹായങ്ങളെല്ലാം സെമിത്തേരിയിൽ വരെ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവിടെ വെച്ചവരെ നമ്മൾ ഉപേക്ഷിച്ചും മരണം വരെയും മാത്രമേ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് പകലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, എനിക്കാരുമില്ല, എനിക്ക് ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യാൻ മതി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം തരുവാൻ ഒരുവനുണ്ട്. ആ ഒരുവനെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് നീ ഭൂമിയിലേക്ക് വന്നതെന്ന്, എനിക്ക് വേണ്ടിയാണ് നീ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ജനിച്ചത്, ജീവിച്ചത്, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിച്ച് ആ യേശുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഈ നിമിഷത്തിൽ ഞങ്ങൾ ആരും അവിടെ വരണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശു കടന്നു വന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരും.